അലോഡിയസ് പവിത്രം പുത്തൻ പ്രൊമോ ഒരു രക്ഷയില്ലാട്ടോ കൂട്ടുകാരങ്ങനെ നമ്മുടെ വിക്രം നമ്മുടെ വീട്ടിലെ പൊന്നോമനയായിട്ട് മാറുന്നു തിരികെ നമ്മുടെ അച്ഛന്റെ പൊന്നോമനയായിട്ട്. ആരാണ് വഴിതെളിച്ചത്? നമ്മുടെ സ്വന്തം വേദ അല്ലെ. അപ്പൊ നമ്മുടെ അച്ഛന് വാശിയായിരുന്നു വിക്രം പണിയെടുത്ത് സ്വന്തമായിട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസക്ക് എന്തെങ്കിലും മേടിച്ചാൽ താൻ അത് സ്വീകരിക്കും എന്നുള്ളത്. അങ്ങനെ തന്നെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് അനുസരിച്ച് നമ്മുടെ വേദ കേക്കൊക്കെ മേടിച്ച് ഭയങ്കര ആഘോഷമൊക്കെ സെറ്റ് ചെയ്യുവാട്ടോ. അപ്പൊ എല്ലാ മക്കളും ഓരോ ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. അപ്പൊ നമ്മുടെ വിക്രം ഇതുപോലെ തന്നെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ അച്ഛൻ അത് നേരെ നമ്മുടെ വിക്രത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുക. അതിനുശേഷം ഇപ്പൊ വേദ പറയുന്നുണ്ട്, വിക്രം അത് ചുമട് വലിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ചതാ അമ്മേ അച്ഛ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അമ്മ വേഗം തന്നെ നമ്മുടെ വിക്രത്തിനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിച്ച കാഴ്ചയാണ് നമ്മുടെ ഹൃദയങ്ങളെ പൊള്ളിച്ച കാഴ്ച കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ ആ ഒരു ഷർട്ടും മുണ്ടും നമ്മുടെ വിക്രം ആരുമില്ലാന്ന് ഉള്ള ഒരു സമയത്ത് അതൊക്കെ എടുത്ത് ഉടുത്ത് നോക്കുകയും കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു രംഗം കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മുടെ വേദ കാണുന്നുണ്ട്. അപ്പൊ ഈ രംഗങ്ങളൊക്കെ അപ്പൊ വേദയ്ക്ക് മനസ്സിലായി അച്ഛനും മകനും തമ്മിൽ എന്തോരം ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടെന്നുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു അലയടിക്കുകയാണെന്നുള്ള ഒരു കാര്യം നമ്മുടെ വേദയ്ക്ക് മനസ്സിലായി. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മുടെ വേദ ജയിച്ചു വരുമ്പോൾ അപ്പുറത്ത് നമ്മുടെ വിശ്വം നമ്മുടെ വേദയെ പറ്റിക്കുകയായിരുന്നു കൂട്ടുകാരെ. ജോലിക്കെന്നും പറഞ്ഞിട്ട് അവിടെ ബീച്ചിലൊക്കെ പോയിരുന്ന ഭക്ഷണം കഴിക്കുന്ന ജോലിയായിരുന്നു നമ്മുടെ വിശ്വത്തിന്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ആ ഏട്ടത്തിനെയൊക്കെ പറ്റിക്കുകയായിരുന്നു നമ്മുടെ വിശ്വം അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും. ഇപ്പൊ എങ്ങനെയായിരിക്കും പരമ്പര വരാൻ പോകുന്നതും കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.